വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് പിങ്ക് ടെക് മലയാളം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാം. വളരെ സിമ്പിളും ഈസിയുമായിട്ട് ഒരു ലോഗോ എങ്ങനെ ഡിസൈൻ ചെയ്യാം. അതിന് നിങ്ങൾക്ക് വളരെയധികം ഡിസൈനിങ് ടാലൻസോ അല്ലെങ്കിൽ വളരെയധികം നോളജോ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു സിമ്പിൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോഗോ ഡിസൈൻ ചെയ്യാം. ഈ ലോഗോ നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അത്രയധികം സൂപ്പർ ലോഗോസ് ആയിരിക്കില്ല നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നടന്നു പോകാൻ മാത്രം ഉതകുന്ന ഒരു സിമ്പിൾ ലോഗോയാണ് നമ്മൾ ഡിസൈൻ. അപ്പോൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അതിനെ നമുക്ക് ഹാച്ച്ഫുൾ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന പേര് ഇതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാവുന്നത് ലോഗോ മേക്കർ ഡിസൈൻ ആൻഡ് ക്രിയേറ്റ് ലോഗോ. അങ്ങനെ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പക്ഷിയുടെ പടവുമായിട്ടൊരു ആപ്ലിക്കേഷൻ വരും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ പ്രോസസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ബിസിനസ്, അതായത് നമ്മുടെ ബിസിനസ് ഐഡിയ എന്താണ്, ഫാഷൻ റിലേറ്റഡ് ആണോ, കോസ്മെറ്റിക്സ് ആണോ, ടെക് ആണോ, അങ്ങനെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ നമ്മുടെ ടോപ്പിക് അതിനനുസരിച്ച് ആ ടോപ്പിക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കാം. നമ്മളിവിടെ ടെക് ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ബ്രാൻഡ് വാല്യൂ, അതായത് നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാവും. ഉദാഹരണത്തിന് പിങ്ക് ടെക്. അപ്പോൾ ടെക്നോളജി വീഡിയോസ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ നമ്മുടെ ആ ലോഗോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യണം. ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. റിലയബിൾ ആയിരിക്കണം ആ ലോഗോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ലോഗോ നമുക്ക് അതിൻ്റെ ബ്രാൻഡ് വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ഫ്യൂച്ചറിസ്റ്റിക്, ഫ്രണ്ട്ലി ആൻഡ് റിലയബിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ബിസിനസ് നെയിം, നമ്മുടെ ചാനൽ നെയിം ആണെങ്കിൽ ചാനൽ നെയിം, പേജിൻ്റെ നെയിം ആണെങ്കിൽ പേജിൻ്റെ നെയിം, അതായത് നമ്മുടെ ലോഗോയിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നെയിം എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ആവശ്യമെങ്കിൽ ഒരു സ്ലോഗൻ, അതായത് ഓപ്ഷണലായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ നമുക്ക് സ്ലോഗൻ ആഡ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് എന്ത് യൂസേജാണ് ഈ ലോഗോ, അതായത് ഓൺലൈൻ സ്റ്റോർ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ പ്രിൻ്റ് ആൻഡ് സ്വാഗ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ യൂട്യൂബാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ, യൂട്യൂബാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കും. നിരവധി ടെംപ്ലേറ്റ്സ്. അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ടെംപ്ലേറ്റ് ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, അത്ര സുഖമൊന്നും അല്ല. ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതിൽ നിരവധി കസ്റ്റമൈസേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് മോഡേൺ, എലഗൻറ്റ്, നാച്ചുറൽ, പേസ്റ്റൽ, ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഏതിൽ വരണം ചൂസ് ചെയ്യാം. ഓക്കെ, അത്ര സുഖമൊന്നുമല്ല എന്നിരുന്നാലും. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പോൾ അതിൽ ഐക്കൺസിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. ഏത് രീതി വേണം, അങ്ങനെയൊക്കെ, ആർട്ട് ആൻഡ് കൾച്ചർ, അങ്ങനെ ഡിഫറെൻറ്റ് ഐക്കൺസ്. നമ്മുടെ ആ ലോഗോയിൽ തന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ. പിന്നെ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം, എന്ത് ഫോണ്ടാണ് വേണ്ടത്. അതിനുശേഷം ബിസിനസ് നെയിം നമുക്ക് വീണ്ടും അവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ കൺവിൻസിങ് ആയി എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്ത് നമുക്ക് ഈ ലോഗോ ഡൗൺലോഡ് ചെയ്യാം. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, പിൻട്രസ്റ്റ്, ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഈ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലായിടത്തേക്കും വേണ്ടിയിട്ടുള്ള ഒരു ലോഗോ ഒരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആവുകയും നമ്മുടെ ഫയൽ മാനേജറിൽ പോയി സേവ് ആയി കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് പിന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ആ ലോഗോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ സൈസിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് നമുക്ക് ആ ലോഗോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമാവും പലർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ടേക്ക് കെയർ, ബൈ.